നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ചു. പക്ഷെ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും ഈ സഹോദരങ്ങൾക്ക് അവരുടെ കുടുംബവും ഒത്തിരുന്നു കൊണ്ട് ക്രിസ്മസ് സന്തോഷത്തോടെ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ തീവ്രവാദികൾ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അഴിഞ്ഞാട്ടമായിരുന്നു പറഞ്ഞത്. ഇപ്പം ഈ സംഘപരിവാർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുതിർന്ന BJPയുടെ നേതാക്കന്മാരടക്കം വന്ന് പറഞ്ഞിട്ടുള്ള തോന്നിയവാസവും തെമ്മാടിത്തരവും ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ കേട്ടതാ. പാലക്കാട് ജില്ലയിൽ കൊച്ചു കുട്ടികൾ 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കരോൾ നടത്തിയപ്പോൾ ആ കരോളിൻ്റെ ഡ്രമ്മെല്ലാം അടിച്ചു പൊട്ടിച്ച് ആ കുട്ടികളെ ദേഹോപദ്രവം ചെയ്തിട്ടുള്ള ഒരു പരനാറി സംഘപരിവാർ പ്രവർത്തകനാണ്. അവനെ പോലീസ് കൈയോടെ പൊക്കി, അവന് BJP ബന്ധമുണ്ടെന്ന് തെളിയുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ടും ഇവിടുത്തെ ചില മരവാണങ്ങളുണ്ടല്ലോ, ഇത് അംഗീകരിക്കത്തില്ല. പിന്നെ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമായിട്ട് ഈ കൂസന്മാർ ഈ പാവം പിടിച്ച ക്രൈസ്തവ സഹോദരങ്ങളെ അതിനകത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ BJPക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത ഈ ക്രൈസ്തവ സമൂഹം അവർ ചിലപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കാം. കാരണം ഇവരുടെ പല നേതാക്കന്മാരും പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ അല്ലേ, ആണൊരുത്തനാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇനി ക്രൈസ്തവർ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടുത്തെ ജിഹാദികൾ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവികന്മാരുടെയും എല്ലാം ഞങ്ങൾ അങ്ങോട്ട് തുടച്ച് നീക്കുമെന്ന് പറഞ്ഞ് ഗീർവാണ വിട്ട ചില പരനാറികൾ ഈ സംഭവം വന്നതിന് ശേഷം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇവൻ്റെ അണ്ണാക്കിലൊക്കെ പഴം തിരികെ വെച്ചിരിക്കുക. ആ കെവിൻ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട ഓളയുണ്ടല്ലോ, അവന് മഷീട്ട് നോക്കിയിട്ട് പോലും കാണാനില്ലെന്നുള്ള. ഛത്തീസ്ഗഡിൽ ആഘോഷത്തിനിടെ ഹിന്ദുത്വവാദികളുടെ ആക്രമണം, സാന്താക്ലോസ് രൂപങ്ങളടക്കം അടിച്ചു തകർത്തു. ഛത്തീസ്ഗഡ്, UP, കേരളം, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ പല വിവിധ ജില്ലകളിലും ഇതുപോലുള്ള തെമ്മാടിത്തരമാണ് ഈ വർഗീയ ഫാസിസ്റ്റ് ചെറ്റകൾ ഈ നാട്ടിൽ അഴിഞ്ഞാടിയത്. ഇവിടെ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു യുവത്വം ഉണ്ടല്ലോ, നമ്മുടെ DYFIയുടെയൊക്കെ ചുണക്കുട്ടികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. എടപ്പാടൊക്കെ ഇവനെയൊക്കെ തല്ലി ഓടിച്ചൊരു ടീമുണ്ടായിരുന്നല്ലോ. എവിടെ പോയി നിങ്ങളൊക്കെ? ഇതുപോലെ സമൂഹത്തിൽ വന്നു കിടന്നുകൊണ്ട് അഴിഞ്ഞാടുന്ന നാറുകളെയൊക്കെ അടിച്ചോടിക്കാൻ നിങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പം ഒരുപാട് സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലെ BJPയുടെ മുതിർന്ന നേതാക്കന്മാർ വന്ന് പറഞ്ഞിട്ടുള്ള തോന്നിയാസം അതൊക്കെ വെള്ളമടിച്ചിട്ട് കാണിച്ച പരിപാടിയാണെന്ന് പറഞ്ഞാൽ, ആ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന ഈ PC എന്ന് പറയുന്ന അവൻ്റെ മകനായിട്ടുള്ള ഈ വൃത്തികെട്ട ചെറ്റ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ. മദ്യപിച്ച് പള്ളി അറിയാത്ത രീതിയിലുള്ള ഒരു കരോള് നടത്തിയതുകൊണ്ടാണ് അവർക്ക് അടി കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇവനെയൊക്കെ ഈ ക്രൈസ്തവ സമൂഹം പേറിക്കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കിട്ടാൻ പോകുന്ന ഇതിലും വലുതായിരിക്കും. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണ സഖാവ് മരിച്ചതുപോലെ പിണറായി സഖാവ് മരിക്കുമെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു സാധനം ഉണ്ടല്ലോ, ഒരു വൃത്തികെട്ട മനസ്സിന് ഉടമയായിട്ടുള്ള സ്ത്രീ ഗണത്തിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു ക്ഷുദ്രജീവി. ഈ സാധനം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് 8 നിലയിൽ പൊട്ടി. കാരണം അവിടുത്തെ ജനങ്ങൾ ഈ വർഗീയവാദിയെ വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു, പൊട്ടിച്ചങ്ങ് കൈ കൊടുത്തു. ഇവളിപ്പോൾ വന്നിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് മെഴുകി അങ്ങ് മറിയുക. ഇത് കേൾക്കാതെ പോരുത് കേട്ടോ. കാരണം ഇത് പറഞ്ഞത് ആരാണെന്ന് നിങ്ങളൊന്ന് കേൾക്കണം. ഒരു സംഘിണി അമ്മായി പറയുന്നതും അതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഇത്രയധികം കൃത്യനിഷ്ഠ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ഒന്നാന്തരം വേട്ടാവളിയനും പറയുന്നത് കേൾക്കുക. എന്നിട്ട് അച്ഛൻ കൊടുക്കുന്ന മറുപടിയുടെ കേട്ടോ. അല്ലാതെ ഇവിടുന്ന് പിടിച്ചുണ്ടാക്കി കൊണ്ടുപോയിട്ട് ഉത്തരേന്ത്യയിൽ കൊണ്ടുപോയിട്ട് ആദിവാസിയെ ഉദ്ധരിക്കേണ്ട, അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. ഇന്നത് ചെയ്യാനുള്ള കഴിവ് ഈ രാജ്യം ഭരിക്കുന്നവർ കൊണ്ട് അവർ ചെയ്തോളൂ. ഇവിടെ ലൗകികവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്? ഈ പെൺകുട്ടി അവിടെ എന്താണെങ്കിലും ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവായ വിഭാഗങ്ങളൊപ്പം പ്രണയിച്ചിറങ്ങി പോകാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. കാരണം എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധ മലയാളിയായ എനിക്ക് എന്റെ സമുദായത്തിൽ പെട്ട ഒരു പെൺകുട്ടി മറ്റൊരു സമുദായക്കാരന്റെ കൂടെ മതം മാറിപ്പോകുന്ന രീതിക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേ സങ്കടം തന്നെയാണ് ഉത്തരേന്ത്യയിലെ സംഘിക്കുള്ളത്. അത് നമ്മൾ അത് ഉൾക്കൊള്ളണം. റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒരുപോലുള്ളതുമായിട്ടുള്ള 2 ഇൻസിഡന്റിനെ പറ്റി പറയാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചൊരു കരോൾ സംഘത്തെ BJP പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലാവുകയും അത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ കമ്മികളും വളരെയധികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ബട്ട് കോക്കനറ്റ് ഈസ് ദിസ് എന്ന് വിചാരിച്ച് എന്താണ് സത്യം അറിയാനായിട്ട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പതിവ് പോലെ ഇത്തവണയും തെറ്റിയില്ല കമ്മികളുടെ പതിവ് ഡ്രാമ. ആക്ച്വലി ആ കരോൾ സംഘവുമായിട്ട് പാലക്കാട് രൂപതയ്ക്കോ അവിടുത്തെ ക്രിസ്ത്യൻസിനോ അവിടുത്തെ പള്ളികൾക്കോ ഒന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. പള്ളിക്കാരുമല്ല, പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നും അല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്.
പിന്നെ ഈ കരോൾ സംഘം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ വൈറൽ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കണ്ടവർക്കറിയാം. ആ വീഡിയോയിൽ കാണുന്ന ഒരു ഡ്രം, ആ ആക്രമണത്തിനിടയിൽ ഏകദേശം പൊട്ടി തകർന്ന രൂപത്തിലാണ്. ആ ഡ്രമ്മിന്റെ സൈഡിൽ CPM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സഖാക്കളെ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്രയും വലിയ ഡ്രാമ കളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ ഡ്രമ്മിലെ പേരെങ്കിലും ഒന്ന് മാറ്റി എഴുതാമായിരുന്നു. ഇനി ഇങ്ങനത്തെ തേർഡ് റേറ്റ് പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന ഡ്രമ്മായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഇത് തമാശയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൽ പലയിടങ്ങളിലും ഇതുപോലെ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ BJPയുടെ വാർഡ് മെമ്പർമാരുള്ള വാർഡുകളിൽ ഇതുപോലുള്ള ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത. എന്നാൽ CPM കഞ്ചാവ് കൊടുത്ത് വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പല ഇടങ്ങളിലും ചെന്നിട്ട് പല വീടുകളും കയറി കരോൾ സംഘം എന്നുള്ള പേരിൽ 100, 200, 300 രൂപയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർ ചെന്നപ്പോഴാണ് അത് BJPയും കരോൾ സംഘവുമായിട്ടുള്ള സംഘർഷമായിട്ട് ഇവർ ചിത്രീകരിച്ചത്. ഇന്ന് രാവിലെ വന്ന വളരെ ജെന്യൂൻ ആയിട്ടുള്ള മറ്റൊരു വാർത്ത നോക്കാം. ആലപ്പുഴ ചാരുമൂട് ഭാഗത്ത് കരോൾ സംഘത്തിന് നേരെ DYFI നേതാവായിട്ടുള്ള ശരത് ലാലിന്റെ നേതൃത്വത്തിൽ DYFI പ്രവർത്തകർ ഇന്നലെ അഴിച്ചുവിട്ട ആക്രമണമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. 4-7 വയസ്സുള്ള കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ള കരോൾ സംഘത്തെ ഇവർ കമ്പിയും അതുപോലെ തന്നെ വടികളും ഒക്കെ ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നത്. പതിപോലെ ഇതിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്ന് ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകാർ തമ്മിലുള്ള അടിയാണെന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ അടിയിലും കമന്റ് ഇടാനായിട്ട് ന്യായീകരണ കമ്മികൾ ഉണ്ടാവും. കേരളത്തിൽ കിടന്ന് എന്ത് തോന്നിയാസം കാണിച്ചതിന് ശേഷം ഇതിന്റെ അടിയിൽ ഭ്രൂണത്തിൽ ശൂലം കുത്തിയ കഥയും പറഞ്ഞുകൊണ്ട് ചില വടക്ക് നോക്കിയ യന്ത്രങ്ങൾ വന്ന് കുരയ്ക്കും. അവരെയും നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കാം. കാസാക്കൂസനും ഈ സംഗണിച്ച് ചേച്ചിയും പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. കേരളത്തിൽ കാസർഗോഡ് തൊട്ട് അങ്ങ് കന്യാകുമാരി വരെ ക്രിസ്മസ് കരോളിന് നേരെ വന്നിട്ടുള്ള ആക്രമണം മൊത്തം നടത്തിയിരിക്കുന്നത് കേരളത്തിലെ CPM. ഇതിനകത്ത് BJPക്കോ RSSനോ സംഘപരിവാറിനോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ടാണല്ലോ മറ്റേ BJPയുടെ വേട്ടാവളിയം പറഞ്ഞത്. ഇവിടെ BJP ഒന്നും ഇവിടുത്തെ ക്രൈസ്തവർക്ക് നേരെയൊന്നും പോയിട്ടൊന്നുമില്ല. അത് CPMന്റെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് പറഞ്ഞ. സത്യം പറയാൻ അവർ പറഞ്ഞാൽ നമുക്കത് സഹിക്കാം, അവരങ്ങനെ പറയൂ. പക്ഷേ ഈ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് നാഴികയ്ക്ക് 40 വട്ടം കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന കാസാക്കൂസന്മാർ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ അല്ലേ? നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ തല്ലുകൊള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം ഇവരാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? സംഘപരിവാറിന് വേണ്ടി ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില വൃത്തികെട്ട ഊളകൾ ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ഒരു പുരോഹിതൻ അദ്ദേഹം കൃത്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് വരാം. ക്രിസ്മസിൽ കരോളിന് നേരെ ആക്രമം, ക്രിസ്മസ് ശുശ്രൂഷയ്ക്ക് നേരെ ആക്രമം എന്ന് പറയുന്നത് നാളിതുവരെ കേട്ടിട്ടില്ലാത്തതായ വിചിത്രമായ ഒരു സംഭവമാണ്. ഭാരതത്തിന്റെ തലസ്ഥാന നഗരി മുതൽ കേരളത്തിന്റെ തലസ്ഥാനത്തിലും പലയിടങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ അരങ്ങേറിയതായി പത്രദ്വാര വായിക്കുവാനായിട്ട് ഇടയായി. ഇത് ദൈവത്തിന്റെ സ്നേഹത്തെ ത്യജിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വേണം നാം കാണുവാനായി. അതിനകത്ത് ക്രിസ്മസിന് മതമില്ല. ക്രിസ്മസിന് മാത്രമല്ല, ഭാരതത്തിൽ കേരളത്തിൽ നടത്തുന്നതായ ഒരു ഉത്സവത്തിനും മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. എല്ലാവരും എല്ലാ ആഘോഷങ്ങളെയും ആചരണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അഹിംസയുടെ നാടാണ് നമ്മുടെ നാട്. ബഹുവിധ സംസ്കാരങ്ങളുടെയും മതബഹുലതയുടെയും ബഹുസ്വരതയുടെയും നാടാണ് ഭാരതം. കേട്ടല്ലോ അല്ലേ? രണ്ടുപേരും എന്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് കുരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന പേപ്പട്ടികളുടെ ജന്മം പൂണ്ടിട്ടുള്ള ഈ വൃത്തികെട്ട നാറികളെ വെള്ളപൂശാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴ ചാരുമൂട് കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണത്തെ കുറിച്ചിട്ട് സംഗണി ചേച്ചി ഘോരഘോരം പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടല്ലോ. അത് അവിടുത്തെ 2 ക്ലബ്ബുകൾ തമ്മിലുള്ള സംഘർഷമാണെന്നുള്ളത് വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ കരോളുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തിയിട്ടുള്ള എല്ലാവരും ഈ സംഘപരിവാർ വേട്ടാവളിയന്മാരാണ് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ക്രൈസ്തവ പുരോഹിതരാണ്. ഇവിടെ ആശങ്കയുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, ഇവിടുത്തെ ദളിതനും ഇവിടുത്തെ മുസൽമാനും എല്ലാം ഭയന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് രാജ്യം പിടിച്ചെടുത്ത സംഘപരിവാർ അവരെന്തിനാണോ ലക്ഷ്യം വെക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നത്. ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇനിയും തല്ല് കൊള്ളണ്ട എന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നട്ടല് വിരിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയാനൊന്നുമില്ല. കിട്ടുന്നതും വാങ്ങിച്ച് വീട്ടിൽ പോവുക എന്ന് മാത്രമേ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.